കൃപാസനം പത്രം ഓഗസ്റ്റ് 2025 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ചാക്കയിൽ നിന്നുള്ള സുനിത ബാബുവിൻ്റെ സാക്ഷ്യം. ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഏറ്റവും പുതിയ മരിയൻ ഇടപെടലിൻ്റെ ഞെട്ടിക്കുന്ന സാക്ഷ്യം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 18 വർഷമായിട്ടും മക്കളില്ലായിരുന്നു. എനിക്ക് PCODയും തൈറോയിഡും കൂടുതലായിരുന്നു. 17 വർഷമായി എനിക്ക് പീരിയഡ്സ് ഇല്ലായിരുന്നു. മരുന്നുകളൊന്നും ഫലിച്ചില്ല. എൻ്റെ ഒരു സുഹൃത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കൃപാസനം പത്രം കൊണ്ടുവന്ന് തന്നു. ഞാൻ അതിലെ സാക്ഷ്യങ്ങൾ വിശ്വാസത്തോടെ വായിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. ഡോക്ടറെ കണ്ടപ്പോൾ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുഞ്ഞിന് പ്രഷർ കൂടുതലായിരുന്നതിനാൽ 7-ാം മാസത്തിൽ പ്രസവിക്കേണ്ടി വന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ കുഞ്ഞ് സുഖമായിരിക്കുന്നു. കുഞ്ഞിന് കൃപാസന എന്ന പേരിട്ടു. കോട്ടയം ആർപ്പുക്കരയിൽ നിന്നുള്ള ജെയ്മോന്റെ സാക്ഷ്യം. വണ്ടിയിടിച്ച് 5 വാരിയലും ഷോൾഡറും ഫ്രാക്ചറായ ഞാൻ ശ്വാസം മുട്ടൽ മൂലം കിടന്നുറങ്ങാൻ കഴിയാതെ വന്നപ്പോൾ മാതാവ് വന്ന് എൻ്റെ ഒടിവുള്ള ഇടത് ഷോൾഡറിൽ തട്ടി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ബോധം നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിലായി. എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ 5 വാരിയലും കൈയുടെ ഷോൾഡറും ഒടിഞ്ഞിരിക്കുന്നതായി കണ്ടു. ശ്വാസകോശത്തിനകത്ത് വായു കയറിയതിനാൽ ശ്വാസകോശം തുളച്ച് വായു എടുത്തു കളയണമെന്ന് പറഞ്ഞു. 2 പേർ താങ്ങി പിടിച്ചാണ് എന്നെ ബെഡിൽ കിടത്തുന്നത്. വാരിയല് പൊട്ടിയിരിക്കുന്നതിനാൽ വേദന സഹിക്കാൻ പറ്റാതായി. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്നു. ഒരു ദിവസം കിടന്നാൽ ശ്വാസം മുട്ടുമെന്ന് കരുതി ഞാൻ കസേരയിലിരുന്ന് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഷോൾഡറിന് ഒരു അടി ലഭിച്ചു. അതിനുശേഷം എൻ്റെ വേദന മാറുകയും ആരുടെയും സഹായമില്ലാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാനും സാധിച്ചു. UK നിന്നുള്ള ജ്യോതി സെബാസ്റ്റ്യൻ്റെ സാക്ഷ്യം. കോവിഡ് ബാധിച്ചപ്പോൾ എനിക്ക് ബെൽസ് പാൾസി വന്ന് മുഖം കോടിപ്പോയിരുന്നു. ഉടമ്പടിയിൽ മാതാവ് ചെയ്തു തന്നത്. UK നേഴ്സായ എനിക്ക് കോവിഡ് ബാധിച്ച ശേഷം ബെൽസ് പാൾസി എന്ന കോംപ്ലിക്കേഷൻ വരികയും എൻ്റെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുകയും മസിലുകളെല്ലാം വീക്കാവുകയും ചെയ്തു. ഇടതുവശത്തെ കൺപോളകൾ തുറന്നിരിക്കുകയില്ലായിരുന്നു. ഒത്തിരി മറവിയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. 7 മാസത്തോളം ഞാൻ സിക്ക് ലീവിലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൺപോളകൾ ബലം പ്രാപിക്കുകയും ഡ്യൂട്ടിക്ക് പോകുന്നതിനും സാധിച്ചു. കോവിഡ് വന്ന ശേഷം കാൽമുട്ടുകൾക്ക് വലിയ വേദനയായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഹൃദയം മിടിക്കുന്നതായി തോന്നുകയും അതിനുശേഷം ഇതുവരെ എനിക്ക് മുട്ടുവേദന വന്നിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. പുല്ലാട് നിന്നുള്ള സുരേഷ് കുമാറിൻ്റെ സാക്ഷ്യം. ഇടത് ബ്രസ്റ്റിൽ ഒരു മാംസകഷ്ണം ഇരിക്കുന്നതായാണ് സ്കാൻ റിപ്പോർട്ട് വന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം. എൻ്റെ ഭാര്യയുടെ ഇടത് ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. വേദന കൂടി ഡോക്ടറെ കണ്ടപ്പോൾ എമർജൻസിയായി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇടത് ബ്രസ്റ്റിൽ 8 മുതൽ 9 മില്ലിമീറ്റർ നീളത്തിൽ ഒരു മാംസകഷ്ണം ക്ലോക്ക് രൂപത്തിൽ ഇരിക്കുന്നതായിട്ടാണ് സ്കാനിംഗ് റിപ്പോർട്ട് വന്നത്. ഡോക്ടർ എത്രയും പെട്ടെന്ന് മാമോഗ്രാം ചെയ്യണമെന്നും സർജറി ചെയ്ത് എടുത്തു കളയണമെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയോട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ചങ്കുപൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും മാമോഗ്രാമും അൾട്രാസൗണ്ട് സ്കാനും ചെയ്തപ്പോൾ അങ്ങനെ ഒരു തടിപ്പ് അവിടെ ഇല്ലെന്ന് റിസൾട്ട് വന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ സംരക്ഷിച്ചു. മുംബൈയിൽ നിന്നുള്ള സ്മിത സ്റ്റാൻലിയുടെ സാക്ഷ്യം. ഞാൻ ഉടമ്പടിയെടുത്ത് 2 വർഷം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ജോലി ലഭിച്ചില്ല. ഭർത്താവ് ഉടമ്പടിയെടുത്തപ്പോൾ 90 ദിവസത്തിനുള്ളിൽ ജോലി നഷ്ടപ്പെട്ട കമ്പനിയിൽ കയറിയ സാക്ഷ്യം. എൻ്റെ ഭർത്താവ് MNCയിൽ ജോലി ചെയ്യുകയായിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് കമ്പനിയിൽ ലേ ഓഫ് വരികയും ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഭർത്താവിന് എക്സ്പീരിയൻസ് ഉള്ളതിനാൽ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ജോലി ശരിയാകുമെന്ന് വിചാരിച്ചുവെങ്കിലും ഒരു ജോലിയും ലഭിച്ചില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് 2 വർഷം പ്രാർത്ഥിച്ചിട്ടും ജോലി ലഭിച്ചില്ല.
പിന്നെ ഭർത്താവ് വന്ന് ഉടമ്പടിയെടുത്ത് 90 ദിവസത്തിനുള്ളിൽ ജോലി നഷ്ടപ്പെട്ടു പോയ കമ്പനിയിൽ തന്നെ വീണ്ടും ഇന്റർവ്യൂവിന് വിളിക്കുകയും 54-ാമത്തെ വയസ്സിൽ അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എൻ്റെ മകൾക്ക് ജോലിയൊന്നും ശരിയാകാതെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതിന്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ജോലി ശരിയായി. മാനന്തവാടി ഒണ്ടയങ്ങാടിയിൽ നിന്നുള്ള ജോസഫ് KGയുടെ സാക്ഷ്യം. അപ്പോൾ ഞാനൊരു സ്ത്രീ ശബ്ദം കേട്ടു, ജോസഫെ പിന്തിരിഞ്ഞോടൂ. ഉടമ്പടിയിലിരിക്കുന്ന മക്കളെ മാതാവ് സംരക്ഷിക്കുന്ന ഞെട്ടിക്കുന്ന സാക്ഷ്യം. ഞാൻ 2019 ഉടമ്പടി എടുത്തിരുന്നു. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ എൻ്റെ വീടിന്റെ എല്ലാ പോയിന്റുകളിലും ഷോക്ക് അടിക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ എർത്ത് റോഡ് പൊട്ടിക്കിടക്കുന്നത് കണ്ട് ഞാനൊരു ചെറിയ കുഴിയെടുത്ത് എർത്ത് റോഡ് അടിച്ചപ്പോൾ അത് ഇറങ്ങിപ്പോകാത്തത് കൊണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഒരു കൈയിൽ എർത്ത് റോഡും മറ്റേ കൈയിൽ എർത്ത് വയറും പിടിച്ചു. പക്ഷെ അറിയാതെ തന്നെ ഞാൻ എർത്ത് റോഡ് വെള്ളത്തിൽ മുക്കി. ആ നിമിഷം എനിക്ക് ഷോക്കേറ്റ് അതിൽ നിന്ന് പിടിവിടാൻ സാധിക്കാതെ ഞാൻ മരവിച്ചു നിന്നുപോയി. ആ സമയം ജോസഫെ പിന്തിരിഞ്ഞോടൂ എന്നൊരു സ്ത്രീ ശബ്ദം ഞാൻ കേട്ടു. അത് മാതാവായിരുന്നു. ആ നിമിഷം ഞാൻ പിന്തിരിഞ്ഞോടുകയും എർത്ത് വയർ എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോവുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. പരിശുദ്ധ അമ്മ എന്നെ സംരക്ഷിച്ചു. കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നുള്ള റീജയുടെ സാക്ഷ്യം. 42 വർഷമായുള്ള വഴിപ്രശ്നം ഉടമ്പടി വഴിയായി പരിഹരിക്കപ്പെട്ട അത്ഭുത സാക്ഷ്യം. ഓട്ടോ പോകാനുള്ള വഴി ആഗ്രഹിച്ച എനിക്ക് ലഭിച്ചത് 4 മീറ്റർ വീതിയുള്ള റോഡ്. 42 വർഷമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു. കാടും മലയും ചവിട്ടി മറ്റുള്ളവരുടെ വീടുകളിൽ കൂടി വേണമായിരുന്നു വീട്ടിലേക്ക് പോകാൻ. ചുറ്റും കശുമാവിൻ തോട്ടമായിരുന്നു. അവർക്കൊന്നും വഴി ആവശ്യമില്ലാത്തതിനാൽ അവരോടൊന്നും ചോദിച്ചാൽ അവർ തരില്ലായിരുന്നു. ഒരു ഓട്ടോ പോകാനുള്ള വഴിയാണ് ചോദിച്ചത്. പക്ഷെ എല്ലാവരും എതിർപ്പായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ വഴി വെട്ടിക്കോ, ഓട്ടോ പോകാനുള്ള വഴിയല്ല 4 മീറ്റർ വീതിയിൽ വലിയ വഴി തന്നെ വെട്ടിക്കോളാൻ പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ 4 മീറ്റർ വീതിയുള്ള റോഡ് തന്നെ എനിക്ക് ലഭിച്ചു. കൂടാതെ 1 വർഷമായി എൻ്റെ 2 മൂക്കിൽ നിന്നും പഴുപ്പ് പോലെ വരികയും നല്ല വേദനയും ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പഴുപ്പും വേദനയും പൂർണ്ണമായി മാറി. കോട്ടയം കറുകച്ചാലിൽ നിന്നുള്ള ശ്രീലതയുടെ സാക്ഷ്യം. ഭർത്താവിന് തത്സമയ സൗഖ്യം കിട്ടിയത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയിലൂടെ. എൻ്റെ ഭർത്താവിന് തൊണ്ടയിൽ വേദന വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഉടനെ തന്നെ അഡ്മിറ്റാക്കി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവിന് നെഞ്ചിനകത്ത് ഭാരം അനുഭവപ്പെട്ട് ശ്വാസമെടുക്കാൻ പറ്റാതായി. ഞാൻ ഉടമ്പടി തൈലം ഭർത്താവിൻ്റെ നെഞ്ചിൽ പുരട്ടി 5 മിനിറ്റിനകം ശ്വാസം വീണ്ടു കിട്ടി. സ്കാൻ ചെയ്തപ്പോൾ ഗ്രോത്ത് ഉണ്ടെന്നും ബയോപ്സിക്ക് അയക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. ആ സമയം ഭർത്താവിൻ്റെ പള്ളയ്ക്ക് സഹിക്കവയ്യാത്ത വേദനയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ച സമയം മുതൽ ഭർത്താവിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. സ്കാൻ റിപ്പോർട്ടുമായി ഡോക്ടറെ കണ്ടപ്പോൾ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു, അത് അടർന്നു പോയതായി കാണുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. എറണാകുളം വടുതലയിൽ നിന്നുള്ള ഫിലോമിന ജോസഫിന്റെ സാക്ഷ്യം. 30 വർഷത്തോളമായി വീട് ഒരു സ്വപ്നമായിരുന്നു. ഉടമ്പടി വഴി അസാധ്യ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എൻ്റെ മകൻ ജനിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടൽ തുടങ്ങി. ഡോക്ടറെ കണ്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചു. പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വരും, ഇല്ലെങ്കിൽ 5 വയസ്സ് കഴിയുമ്പോൾ മാറും എന്ന് പറഞ്ഞു. പക്ഷെ 5 വയസ്സ് കഴിഞ്ഞിട്ടും മാറിയില്ല. പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി. പഠിക്കാൻ പോലും പോകാൻ പറ്റാതായി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച് തേൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകന്റെ ശ്വാസം മുട്ടൽ പൂർണ്ണമായി മാറിക്കിട്ടി. കൂടാതെ 30 വർഷമായി ഒരു ഭവനം പണിയുന്നതിന് ആഗ്രഹിച്ചുവെങ്കിലും ലോൺ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ തന്നെ ലോണിന് അപേക്ഷിച്ചിരുന്ന ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ പാസ്സായെന്ന് പറഞ്ഞ് വിളിക്കുകയും പണി പൂർത്തിയാക്കി താമസിക്കാനും സാധിച്ചു. എറണാകുളം പുത്തൻവേലിക്കരയിൽ നിന്നുള്ള ജിലയുടെ സാക്ഷ്യം. എൻ്റെ കാലിൽ 30 വർഷമായി ഉണങ്ങാത്ത ഒരു മുറിവുണ്ടായിരുന്നു. ഉടമ്പടിയെടുത്ത് 1 മാസത്തിനുള്ളിൽ മുറിവ് ഉണങ്ങി. എൻ്റെ കാലിൽ 30 വർഷമായി ഉണങ്ങാത്ത ഒരു മുറിവുണ്ടായിരുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും അത് പൊട്ടിപ്പഴുത്ത് വെള്ളം വരുമായിരുന്നു. വേദനയും ചൊറിച്ചിലുമായി ഒരുപാട് ബുദ്ധിമുട്ടി. പല ഡോക്ടർമാരെയും കാണിച്ച് അലർജിയുടെ മരുന്ന് കഴിച്ചു. എന്നിട്ടും ഒരു കുറവുമില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലവും വെഞ്ചരിച്ച് ഉപ്പും പുരട്ടി പ്രാർത്ഥിച്ചു.
1 മാസം കഴിഞ്ഞപ്പോഴേക്കും മുറിവ് പൂർണ്ണമായും ഉണങ്ങാൻ തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ ഒരു പാട് പോലുമില്ല. കൂടാതെ എൻ്റെ മകൾ ഉപരിപഠനത്തിന് കാനഡയിൽ പോകുന്നതിന് 1 വർഷമായി ശ്രമിച്ചിട്ടും തടസ്സങ്ങളായിരുന്നു. മകളുടെ കൂടെ അപേക്ഷിച്ച എല്ലാവരും പോയി. ഞാൻ ഉടമ്പടി പുതുക്കി ഈ നിയോഗം വെച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ വിദേശത്ത് പോകുന്നതിന് സാധിച്ചു. നെടുവന്നൂരിൽ നിന്നുള്ള സോന സോബന്റെ സാക്ഷ്യം. ഉടമ്പടി പുതുക്കി ജീവിതം ആരംഭിച്ചപ്പോൾ മാതാവ് ഇടപെട്ടു തുടങ്ങി. ഒരു ലൈറ്റ് വെയ്റ്റനിങ് സാക്ഷ്യം. ഞാൻ വിദേശത്ത് പോകുന്നതിന് ശ്രമിച്ചിട്ട് പല ഏജൻസികളും പൈസ വാങ്ങിച്ചുവെങ്കിലും വിസ റിജക്റ്റ് ആയിക്കൊണ്ടിരുന്നു. ഞാൻ 2022 ഉടമ്പടി എടുത്തുവെങ്കിലും അത് പുതുക്കിയിരുന്നില്ല. പിന്നെ 2024 ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കി എൻ്റെ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ അമ്മ മാതാവ് ഓരോ മാറ്റങ്ങൾ തരാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി ആദ്യം എൻ്റെ ഭർത്താവിൻ്റെ വിസ വന്നു. അതിനുശേഷം എൻ്റെ വിസ വന്നു. ഇന്റർവ്യൂ ഡിലേ ആയെങ്കിലും 10 ദിവസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ എനിക്ക് വിസ തന്നു. കൂടുതൽ ആത്മീയമായി വളരുന്നതിനും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവൃത്തികളും ചെയ്യാനും സാധിച്ചു.